രണ്ട് കണ്ണിലും ഐലൈനർ എഴുതി ഒന്ന് ഒപ്പിച്ചെടുക്കാൻ പെടുന്ന പാട്. നിങ്ങൾക്ക് ഐലൈനർ ഒറ്റ സ്ട്രെച്ചിൽ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ പിന്നെ ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കണ്ണൊന്ന് വലിച്ചു പിടിക്കാം. അപ്പം വാലിടാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇനി വാലിട്ടതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു ചെറിയ വര വരച്ചു കൊടുക്കാം. കണ്ണിന്റെ ഏറ്റവും നടുവിലായിട്ട് ഒരു ഡോട്ട് ഇടാം. ഇനി ഓൾറെഡി ഇട്ട ലൈനിന്റെയും ഡോട്ടിന്റെയും നടുവിലായിട്ട് വേറൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. കണ്ണിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഒരു കുഞ്ഞു ഡോട്ട് ഇടാം. ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ബേസിക്കലി കുറച്ച് വിട്ട് കുറച്ച് ഡോട്ട്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി വാലിന്റെ എൻഡും പിന്നെ വാലിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരച്ച ആ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഡോട്ട്സിനെ ഒക്കെ തന്നെ കണക്ട് ചെയ്ത് കൊണ്ടുവരാം. ഡോട്ട്സിന്റെ ഏറ്റവും മേലത്തെ പൊസിഷനിൽ വേണം നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഡോട്ട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് ഡോട്ടിന്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ആകെ ചെയ്യേണ്ടത് ആ സ്പേസുകൾ 1 by 1 ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐലൈൻ ചെയ്യുമ്പോൾ എപ്പോഴുള്ളൊരു പ്രശ്നമാണ് രണ്ട് കണ്ണും ഒരേപോലെ ഒന്ന് ആക്കിയെടുക്കാൻ. ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മോറോലെസ് രണ്ട് കണ്ണും ഒരേപോലെ തന്നെയായി കിട്ടും. ഇനി ലാസ്റ്റ് കണ്ണിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം. അതോടെ നമ്മുടെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി. ഞാൻ ഡോട്ട്സ് കട്ടിയിലിട്ട് കൊടുത്തത് കൊണ്ടാണ് ലൈന് തിക്ക് ആൻഡ് ടൈറ്റ് കിട്ടിയത്. ഇതുപോലെ ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ പ്രോ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട്സിന്റെ എണ്ണം കുറച്ച് ചെയ്യാം. അപ്പം മറ്റേ കേസിൽ ഞാൻ ഡോട്ട്സിന്റെ എണ്ണം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോ ആണെങ്കിൽ പിന്നെ ഈ ഡോട്ട്സ് ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലേ. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ ഒരു സ്ട്രെച്ചിൽ തന്നെ വരച്ചു കൊടുക്കാം. പക്ഷേ എല്ലാവർക്കും അതുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ ട്രിക്ക്. ഇതുപോലെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് പോലും ഗ്രാജ്വലി ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ. അല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ കാണുന്നതിനേക്കാളും ഈസിയാണ്. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ.